അങ്ങനെ നമ്മൾ ബ്രസീലിന്റെ കളി കാണാനായിട്ട് ആർസനൽ, ലണ്ടനിലെ ആർസനൽ സ്റ്റേഡിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓടിക്കുന്നത് നമ്മുടെ ഷെർണേട്ടനാണ്. കൂട്ടത്തിൽ നമ്മുടെ ആര്യൻകുട്ടനുണ്ട്. ആര്യൻകുട്ടൻ ഓൾ എക്സൈറ്റഡ് ആണ് ഫുട്ബോൾ കളി കാണാൻ, അല്ലേ ആര്യൻകുട്ട? Tell me something about what you're excited about. I'm excited to watch Brazil because I like Brazil. Brazil? Yeah. Are you a fan of Brazil team? Yeah. Who is your favorite player in Brazil team? Neymar. Neymar? Yeah. Oh, is Neymar playing today? I don't know. I don't think so. Who else is playing? Vinicius Junior ഉണ്ട്, പിന്നെ ഞാനും ഉണ്ട്. അങ്ങനെ നമ്മൾ ഇംഗ്ലണ്ടിലെ തണുപ്പുള്ള ഒരു രാവിലെ 11:30 ഈ സമയം. നമ്മൾ 4 മണിക്കാണ് കളി. അപ്പോൾ നമ്മൾ കോബിയിൽ നിന്ന് ലണ്ടനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോടമഞ്ഞ് പോലെ ഇങ്ങനെ മൂടിക്കിടക്കുന്ന അന്തരീക്ഷമാണ്. വിന്ററിൽ ഇങ്ങനെ ഒരു അന്തരീക്ഷമായിരിക്കും ഇംഗ്ലണ്ടിൽ മിക്ക സമയത്തും. ഈ കാണുന്ന സൈൻ എന്ന് പറയുന്നത് നാഷണൽ സ്പീഡ് ലിമിറ്റിൻ്റെ സൈനാണ്. അതായത് UK-യിൽ നമുക്ക് സഞ്ചരിക്കാവുന്ന ഏറ്റവും മാക്സിമം സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 70 മൈൽ പെർ അവർ ആണ്. അതായത് ഏകദേശം 112-113 കിലോമീറ്റർ പെർ അവർ സ്പീഡ് വരും. എന്നാൽ യൂറോപ്പിലെ മാക്സിമം സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇതല്ല. ജർമ്മനിയിലെ പല ഓട്ടോബാൺ അല്ലെങ്കിൽ ഹൈവേകളും ഓട്ടോബാൺ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് അൺലിമിറ്റഡ് സ്പീഡാണ്. നമുക്ക് എത്ര സേഫായിട്ട് എത്ര പോകാൻ പറ്റുന്നോ അത്രയും സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റും. അത് ജർമ്മനിയുടെ പ്രത്യേകതയാണ്. അല്ലാതെ വേറെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതിലും UK-യേക്കാൾ സ്പീഡ് ലിമിറ്റ് കൂടിയ രാജ്യങ്ങളുണ്ട്. ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ UK-യേക്കാൾ സ്പീഡ് ലിമിറ്റ് കൂടുതലാണ്. 130 കിലോമീറ്ററോളം, 130-140 ഒക്കെ കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന രാജ്യങ്ങളുണ്ട്. ബൾഗേറിയ, പോളണ്ടൊക്കെ 140 ആണെന്നാണ് എൻ്റെ വിശ്വാസം. കുറേ നേരമായിട്ട് ഈ ഭയങ്കരമായിട്ടുള്ള ട്രാഫിക്കായിരുന്നു, ഇഴഞ്ഞാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. അതിപ്പോഴാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നത്. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. എന്തോ ഒരു 3-4 വണ്ടി ഇൻവോൾവ് ആയിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. നല്ല ഒന്നാം തരം ഫോഗാണ്. ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒന്നും കാണാൻ മേല. അപ്പോൾ നമ്മളങ്ങനെ ലൂട്ടണിലെത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നടന്ന് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. മലയാളി റെസ്റ്റോറൻ്റാണ്. അങ്ങനെ ഒരു 5 മിനിറ്റ് നടന്ന് ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലെത്തി. ഇവിടെ നല്ല കുഴിമന്തി, അതായത് പ്രോപ്പർ കുഴിയിലുണ്ടാക്കുന്ന കുഴിമന്തി കിട്ടുമെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ വന്നത്. ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അങ്ങനെ മെനു ഒക്കെ നോക്കി ഞങ്ങൾ നേരെ ഒരു പൊറോട്ടയും നല്ല ചിക്കൻ ബിരിയാണിയും അതുപോലെ കുഴിമന്തിയും ഓർഡർ ചെയ്തു. എല്ലാ സാധനവും വന്നു. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ പടവട ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലണ്ടനിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം, വലിയ റോഡുകളൊക്കെ മാറി ചെറിയ റോഡുകളിലേക്ക് ആയിരിക്കുകയാണ്. റോഡ് സൈഡിൽ തന്നെ ആൾക്കാർ പാർക്ക് ചെയ്യുന്നു. മൊത്തം കൺജഷനും കാര്യങ്ങളൊക്കെ ഇനി തുടങ്ങുകയാണ്. ഇനിയും ഒരു 30 മിനിറ്റ്സിനോട് ഡ്രൈവ് ഉണ്ട്. 4.6 മൈലേ ഉള്ളൂ, പക്ഷേ 30 മിനിറ്റ് എടുക്കും. ഞങ്ങൾ ഓൾറെഡി പാർക്കിംഗ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ നടക്കാൻ തുടങ്ങിയത്. ഈ ബ്രസീലിയൻ ഫാൻസിനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അവരുടെ കൂട്ടത്തിലാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്സ് വെച്ച് സ്റ്റേഡിയം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവർക്ക് ഇടയ്ക്ക് വഴി തെറ്റിയായിരുന്നു. ആണ്ട് ദൂരെ സ്റ്റേഡിയം നമുക്ക് കാണാം, എമിറേറ്റ്സ് സ്റ്റേഡിയം. ആർസനൽ ഫുട്ബോൾ ക്ലബിൻ്റെ ഹോം ഗ്രൗണ്ടാണ് ഈ സ്റ്റേഡിയം. വിവ ബ്രസീൽ, വിവ ബ്രസീൽ. കാര്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ അർജന്റീന ഫാൻസ് ആണ്, അല്ലേ ശരണേ? പക്ഷെ നമ്മൾ ബ്രസീലിന്റെ കളി കാണും. ഒരു പ്രതിപക്ഷ ബഹുമാനം. മംഗലശ്ശേരി നീലകണ്ഠന് ഇഷ്ടപ്പെട്ട പോലെ മുണ്ടക്കൽ ശേഖരനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതെ, അതാണ്. ഈ ഏരിയയിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി ജമൈക്കൻസിൻ്റെ ഫുഡിൻ്റെ മറ്റു കടകൾ കാണാൻ സാധിച്ചു. അങ്ങനെ നേരെ സ്റ്റേഡിയത്തിലെത്തി. ഇനി സ്റ്റേഡിയത്തിൻ്റെ നേരെ അകത്തേക്ക് ഒത്തിരി പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. സ്റ്റേഡിയത്തിൻ്റെ നേരെ അകത്തേക്ക് നമുക്ക് പോകാം. ആർസനലിൻ്റെ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വലിയ ലോഗോ ഒക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പ് ഫുട്ബോളുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യം നമ്മൾ സ്റ്റേഡിയത്തിൽ ആ ഗ്രൗണ്ട് കാണുമ്പോൾ ഒരു ഭയങ്കര വികാരമാണ്. കളി നടക്കുന്നത്, ആ ലൈറ്റിൻ്റെയും ആരവത്തിൻ്റെയൊക്കെ നടുക്കിരുന്ന കളി കാണുന്നത്, അത് ഒന്നും പറയാനില്ലാത്തൊരു, മിസ്സാക്കാൻ പാടില്ലാത്തൊരു അനുഭവമാണ്.
സാധാരണഗതിയിൽ നമ്മളൊരു ഫുട്ബോൾ മത്സരം ഇപ്പോൾ കാണാൻ പോയി കഴിഞ്ഞാൽ ഫാൻസ് ഏകദേശം 2 സൈഡായിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഈ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിൻ്റെ ഫാൻസും സെനഗലിൻ്റെ ഫാൻസും 2 പേരും ഉണ്ട്, മിക്സായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ബ്രസീലിന്റെ ആദ്യത്തെ ഗോൾ വന്നിരിക്കുകയാണ്. നല്ല വെടിച്ചിലം ഗോൾ, ഒന്നും പറയാനില്ല. അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ രണ്ടാമത്തെ ഗോളും ബ്രസീൽ അടിച്ചിരിക്കുകയാണ്. പോളി 2-0. Mexican waves, Mexican waves. ബ്രസീലിന്റെ മൂന്നാമത്തെ ഒരു ഗോൾ ശ്രമം നടക്കുകയാണ്. തടഞ്ഞു. അങ്ങനെ ചെറിയൊരു ഡിസ്പ്യൂട്ടിന് ശേഷം സെനഗലിന് ഒരു ഫ്രീ കിക്ക് അനുവദിച്ചിരിക്കുകയാണ്, ഒരു ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക്. കാണികളെല്ലാവരും അവരുടെ ഫോണിലെ ടോർച്ചൊക്കെ ഓണാക്കി നല്ല അടിപൊളി ആംബിയൻസ് ആണ്. സൂപ്പർ. അങ്ങനെ ആവേശോജ്വലമായ ഒരു ഏകപക്ഷീയമായ 2-0 ഗോൾ വിജയത്തിന് ശേഷം ഫുൾ ടൈം വിസിൽ മുഴങ്ങിയിരിക്കുകയാണ്. ടി വിയിൽ മാത്രം കണ്ട് ശീലിച്ച അർജന്റീനയുടെയും ബ്രസീലിൻ്റെ ഒക്കെ ഒരു കളി നേരിട്ട് കാണാൻ പറ്റിയത് ശരിക്കും ഒരു ഭാഗ്യമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഒരു ഫുൾ ക്രൗഡായിരുന്നു. സ്റ്റേഡിയം നിറച്ച ആളായിരുന്നു. ഏകദേശം 58,000 ശിഷ്ടം ആൾക്കാരുണ്ടായിരുന്നെന്ന് ഇടയ്ക്ക് മൈക്കിൽ കൂടെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇത്രയധികം ബ്രസീലുകാരും സെനഗലുകാരും ഇവിടെ ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സ്റ്റേഡിയം നിറച്ച ആളായിരുന്നു. കളിക്കാരല്ല, കാണികളെ അഭിവാദ്യം ചെയ്യാനായിട്ട് ഗ്രൗണ്ടിൽ കൂടെ നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളും ആവേശം ഒട്ടും കുറച്ചില്ല. ബ്രസീലുകാരോടൊപ്പം തന്നെ ഞങ്ങളും ആവേശത്തിലും ആഘോഷങ്ങളിലും പങ്കെടുത്തു.